ഈ ഉയർന്ന മതിൽക്കെട്ടുകൾ കാരണം 2 വർഷത്തോളമായി തുടരുന്ന അനധികൃത നിർമ്മാണം അറിഞ്ഞില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന മുടന്തൻ ന്യായം. 1992-ൽ IOC ചേളാരി NH-നോട് ചേർന്ന് 25 ഏക്കറിൽ ഓയിൽ യൂണിറ്റ് തുടങ്ങുന്നുവെന്നാണ് നാട്ടുകാരോട് പറഞ്ഞത്. 4 അടി ഉയരത്തിൽ ചുറ്റുമതിലുള്ള IOC-ക്കകത്ത് പക്ഷേ 400 മെട്രിക് ടൺ സംഭരണശേഷിയുള്ള 4 ഗ്യാസ് ടാങ്കുകളാണ് സ്ഥാപിച്ചത്. 20 വർഷമാകുമ്പോഴേക്കും ടാങ്കുകളുടെ ക്ഷമത കുറയും. ഇതിനിടെ പുറം ലോകമറിയാതെ 150ന്റെ 4 ടാങ്കുകൾ കൂടി സ്ഥാപിച്ച് 600 മെട്രിക് ടൺ സംഭരണശേഷിയുള്ളതാക്കി വർദ്ധിപ്പിച്ചു. മുൻപ് 1 മിനിറ്റിൽ 1 പോയിന്റിൽ നിന്ന് 18 സിലിണ്ടറുകളാണ് ഗ്യാസ് ഫിൽ ചെയ്ത് പുറത്തിറക്കിയിരുന്നത്. ഇപ്പോൾ 1 പോയിന്റിൽ നിന്നും 24 സിലിണ്ടർ ഇറക്കുന്ന 3 പോയിന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് തൊഴിലാളികൾ രഹസ്യമായി പറഞ്ഞത്. നിലവിൽ 600ന്റെ 4 ടാങ്കുകൾ കൂടി സ്ഥാപിച്ച് മൊത്തം 2800 മെട്രിക് ടൺ സംഭരണശേഷിയുള്ളതാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുപോലെ തിക്ലി പോപ്പുലേറ്റഡ്, അതുപോലെ ഇവർ പറയുന്നത് പിന്നെ ഒരു ചെറിയ റൂട്ടിലാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ മലബാർ മുഴുവൻ കത്തിച്ചാമ്പലാകുന്ന രീതിയിലുള്ള 30 കിലോമീറ്റർ എയർ റൂട്ട് എന്നാണ് സാങ്കേതികമായി പറയുന്നത്. അപ്പോൾ ഈ 8 ഇരട്ടിയോളം വർദ്ധിപ്പിക്കുമ്പോൾ മലബാറിലെ എയർ റൂട്ട് എന്ന് പറയുമ്പോൾ ചേളാരി മുതൽ ഏകദേശം വടകര വരെ പോകുന്നു, ഈ സൈഡിലോട്ട് കുന്നംകുളം വരെ പോകുന്നു, അങ്ങ് മണ്ണാർക്കാട് വരെ പോകുന്നു. അപ്പൊ ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാവരും. വെറും 20 ടൺ മാത്രമുള്ള ഗ്യാസ് ടാങ്കർ ബുള്ളറ്റ് ചാലയിൽ വിതച്ച ദുരന്തം ഒരു നാട് മുഴുവൻ കത്തിച്ചാമ്പലാക്കി. 400 മെട്രിക് ടൺ സംഭരണശേഷിയുണ്ടായിരുന്ന സമയം ദുരന്തമുണ്ടായാൽ വായുമാർഗം 30 കിലോമീറ്റർ ദൂരം വരെ ഗ്യാസ് എത്തുമെന്നാണ് ഇവിടെ കണക്കാക്കിയിരുന്നത്. എന്നാൽ അനുവദിച്ചതിലധികം സംഭരണശേഷിയുള്ള ഇവിടെ വാതക ചോർച്ചയുണ്ടായാൽ വായുമാർഗം 180 കിലോമീറ്റർ ദൂരം വരെ വാതകം എത്തും. അതായത് മലബാറിനെ മുഴുവൻ വിഴുങ്ങാനൊരുങ്ങുന്ന ചരിത്രത്തിലെ വൻ ദുരന്തം കൂടിയാവും ഇത്. അഗ്നിശമന സേനയ്ക്കോ രക്ഷാപ്രവർത്തകർക്കോ ഒരു കാരണവശാലും അടുക്കാനാവില്ല. മലപ്പുറത്തു നിന്നും കോഴിക്കോട്ടേക്കുള്ള വായുമാർഗം വെറും 10 കിലോമീറ്റർ മാത്രം. അതായത് ഒരു ചെറിയ തീപ്പൊരി വീണാൽ മതി കുറഞ്ഞത് 2 ജില്ലകൾ മുഴുവൻ കത്തിയമരാൻ. IOC അധികൃതരുടെയും സർക്കാരിന്റെയും അനാസ്ഥയിൽ ചേളാരി നിവാസികൾ കടുത്ത ഭീതിയിലാണ് ഇവിടെ കഴിയുന്നതും. ഫൗസിയ മുസ്തഫ, മലപ്പുറം, ഇന്ത്യ വിഷൻ.